ഹായ്, ഫേസ്ലെസ് ആണ്. ഞാൻ ഇന്നലെ OTT-യിൽ ഇറങ്ങിയ 2 മൂവികൾ അടുപ്പിച്ചിരുന്ന് കാണാനിടയുണ്ടായി. ഒന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട റൈഫിൾ ക്ലബ്ബും മറ്റൊന്ന് കൊട്ടി താഴോട്ടിട്ട പണിയും. ആദ്യത്തേത് ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിലുള്ളതാണ്, രണ്ടാമത്തേത് ജോജു ജോർജിന്റെ സംവിധാനത്തിലുള്ളതാണ്. ഇതിനകത്ത് പണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തമായ ഒരു ത്രില്ലറാണ്, റിവഞ്ച് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. തൃശൂർ പശ്ചാത്തലത്തിലാണ് ഈ സെറ്റിംഗ് ഒക്കെ വരുന്നത്. ജോജു ജോർജിന്റെ മികവുറ്റ തിരക്കഥ പ്രേക്ഷകർക്ക് പ്രണയവും കുടുംബ ദുഃഖവും അതുപോലെ തന്നെ ആക്ഷനും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു നല്ല അനുഭവമാണ് തരുന്നത്. കഥയുടെ കാര്യത്തിൽ ലളിതമാണെങ്കിലും അതിനകത്തെ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിന്റെയും വേറെ വേറെ ഡയമെൻഷൻസിലൂടെ സിനിമയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാൻ കാരണമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ആഷിഖ് കപൂറിന്റെ റൈഫിൾ ക്ലബ്ബ് വരുമ്പോൾ കഥയുടെ അപര്യാപ്തതയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടും ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനകത്തൊരു പ്രതിനായകനില്ല. ഈ സ്വാഗ് എന്ന് പറയുന്നത് കുത്തിക്കയറ്റിയാൽ ഉണ്ടാവുന്നതല്ല എന്ന് വ്യക്തമായിട്ട് പറയേണ്ടി വരും ഈ സിനിമ കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് തന്നെയാണ് റൈഫിൾ ക്ലബ്ബ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ദിവസത്തിനകം മാർക്കോ ഇറങ്ങി. മാർക്കോ എന്തുകൊണ്ട് ഇത്രയും ഹിറ്റായി എന്നുള്ളത് നല്ലൊരു റീസൺ റൈഫിൾ ക്ലബ്ബാണ്. കാരണം ആക്ടേഴ്സിന് ഒരു തരത്തിലും സ്വാഗ് കിട്ടാത്തത് കൊണ്ട് നല്ല സ്വാഗോട് കൂടി കണ്ട മറ്റൊരു മൂവി മാർക്കോ, അതിനകത്ത് ഉണ്ണി മുകുന്ദൻ ദ പെർഫെക്റ്റ് സ്വാഗിൽ അഭിനയിച്ചിട്ട് പോയപ്പോ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ആ കേട്ടുന്ന ത്രില്ല് ഒരിക്കലും റൈഫിൾ ക്ലബ്ബിൽ നിന്ന് കിട്ടില്ല. സോ മാർക്കോ അതുകൊണ്ട് തന്നെ ഹിറ്റായി. ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞത്, പല റീസൺസ് ഉണ്ട്. എനിവേസ്, നമുക്ക് റൈഫിൾ ക്ലബ്ബിന്റെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. മുഖ്യ കഥാപാത്രങ്ങൾക്കും അവര് എന്തുകൊണ്ട് അവർ ചെയ്യുന്ന കാരണം, അവർ ചെയ്യുന്ന ആക്ഷൻസ്, അതിന്റെ പ്രേരണ, ഇതിനൊന്നും വ്യക്തമായ ഒരു ആഴമില്ല. പലപ്പോഴും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മൾ കാണുന്നവർക്ക് ഇവരൊക്കെ ആരാണെന്ന് പോലും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. പകുതി ആൾക്കാർ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ബോറിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് അതിന്റെ ഡയലോഗ്സ് കൊണ്ടാണ്. അത് ഞാൻ വഴിയെ വീണ്ടും പറയാം, പണിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. പക്ഷെ സ്റ്റിൽ നാടകത്തിന് സ്റ്റേജ് ഇട്ട പോലെ നാടക ഡയലോഗ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നി ആദ്യ പകുതി. രണ്ടാമത്തെ പകുതി വേറെ ഏതെയോ ദിശയിലേക്ക് പോയി. ഫലം ഇത് പണി ഒരു ശക്തമായ പ്രമേയം നയിക്കുന്ന കഥയാണെങ്കിൽ റൈഫിൾ ക്ലബിന്റെ കഥ ഭയങ്കരമായിട്ട് വീക്കായ ഒരു സ്റ്റോറി ലൈനാണ് തരുന്നത്. പിന്നെ അടുത്തത് കഥാപാത്രങ്ങളും അവരുടെ പ്രകടനങ്ങളുമാണ്. പണിയില് ജോജു ജോർജിന്റെ പ്രകടനം അതില് ഏറ്റവും, അതായത് ജോജു ജോർജിന്റെ സിനിമകളെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് ഇമോഷണലി അദ്ദേഹം കൺവേ ചെയ്യുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള സീനുകളെ കൺവേ ചെയ്യുന്നത് അതിന്റെ ഏറ്റവും ബെസ്റ്റിലാണ്. അതും എത്രത്തോളം സങ്കീർണത ആ സിനിമയിലുണ്ടോ അതെല്ലാം ഏറ്റവും ബെസ്റ്റിൽ പെർഫോം ചെയ്ത് വെക്കാൻ കഴിവുള്ള ആളാണ് ജോജു ജോർജ്. പിന്നെ സാഗസൂര്യ, ജുനൈസ്, ഇതില് സാഗസൂര്യനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് മറ്റൊരാളായി, അതായത് ആ ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിക്കുകയാണെന്ന് തോന്നുന്ന കുറെ നിമിഷങ്ങളിലൂടെ അയാള് പെർഫോം ചെയ്തിട്ടുണ്ട്. ജുനൈസും അതുപോലെ തന്നെ ഒരു സൈലന്റ് സൈക്കോ ആയിട്ട് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്.